सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि श्रद्धर्भवतु मे सदा। ॐ तत्सत्। असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय। ॐ शान्ति शान्ति शान्ति। LJP സ്ഥാപക നേതാവും തികഞ്ഞ മനുഷ്യസ്നേഹിയും മികച്ച പാർലമെന്റേറിയനും ആയ സ്വർഗീയ ശ്രീ രാംവിലാസ് പാസ്വാൻജിയുടെ 80ാമത് ജന്മജയന്തി ആഘോഷമാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട LJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അരുൺജി, NDA ഘടകകക്ഷി ശിവസേനയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എത്തിക്കൊണ്ടിരിക്കുന്നു, ഉടനെ തന്നെ എത്തുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരവ് നൽകി ആദരിക്കുകയാണ്. അതിന്റെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും മറ്റുള്ളവരും മുന്നോട്ട് വരിക. ശ്രീ പ്രശാന്ത് പ്രഭാകരൻ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ലോക് ജനശക്തി പാർട്ടി നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ ഏവരുടെയും വലിയൊരു കയ്യോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതവും പറയുന്നു. സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻ, ശ്രീ രാധാകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവസേന, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LJPയുടെ ചെയ്യുന്നു. LJPയുടെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. രാംവിലാസ് പാസ്വാൻ, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്കൊരു മാതൃകയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സർക്കാരുകളിൽ മന്ത്രിയാകാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ഭാഗമാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആദ്യമായി 1969 ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം എത്രയോ തവണ അദ്ദേഹം ജനപ്രതിനിധിയായി, രാജ്യസഭാംഗമായി, ലോകസഭാംഗമായി, വിവിധ മന്ത്രിസഭകളിൽ അംഗമായി. ആ ചെയ്യുന്ന കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം ഒരു വലിയ സമൂഹത്തെ കൈപിടിച്ചു വരുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാവുന്ന ഒരു വലിയ സമൂഹത്തെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയൊക്കെ കൈപിടിച്ചു വരുത്താൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അവശേഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ 80ാമത് ഓർമ്മ ദിനത്തിൽ അല്ലെങ്കിൽ ജന്മദിനത്തിൽ നമ്മളിവിടെ ഒത്തുകൂടുന്നത്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ നൽകുന്ന പുണ്യപ്രവർത്തനം ഒരുപാട് പേര് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടുന്നവരെ ഇവിടെ അവസാനം വരുമ്പോൾ സഹോദരി സംസാരിച്ചു കേട്ടില്ല. അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം, അത് തീർച്ചയായിട്ടും
അത് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി എനിക്ക് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും കൃഷി വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കാം എന്നാണ് ഈ അവസരം. നമുക്കൊരു പ്രാവർത്തികമാക്കേണ്ട ഒരുപക്ഷെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് അവരിവിടെ പറഞ്ഞത്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ആദരണീയനായ ശ്രീ രാംവിലാസ് പാസ്വാൻ അദ്ദേഹത്തിന്റെ 80ാമത് ജന്മജയന്തി ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലും 14 ജില്ലകളിലും ആചരിക്കുന്നു. എല്ലാ ജില്ലകളിലും പരിപാടികൾ കഴിഞ്ഞു ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നത്. നമ്മൾ ഇത്തരത്തിലൊരു പരിപാടിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജന്മദിനം ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്നു കൊണ്ടൊരു മീറ്റിംഗ് നടത്തി പിരിയാം. അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും സത്യത്തില് ഈ പറഞ്ഞതുപോലെ തന്നെ ജന്മദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളിപ്പോ ഇപ്രാവശ്യം ഒരു ആശയം കൂടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പരിപാടി നടക്കുമ്പോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് വളരെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ജനത്തിനും വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഉപകാരമുള്ള രീതിയിലേക്ക് മാറ്റണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. ആത്മാർത്ഥമായി നമ്മുടെ കുഞ്ഞുമക്കള് എത്രയാണ്, അല്ലെങ്കിൽ എത്രയധികം കുഞ്ഞുമക്കളെ ഇന്ന് ഈ രീതിയിൽ ഇവിടെ ഇരിക്കുന്നതെല്ലാം മുതിർന്നവരാണ്. നിങ്ങൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ലഹരിയുടെ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കടന്നു വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ കുട്ടിയുടെ ചിന്ത ഈ മേഖലയിലേക്ക് കൂടുതൽ വ്യാപിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമ്മുടെ സ്കൂളുകളും കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് പ്രവർത്തിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വലിയൊരു വിപത്തായി തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയിട്ടാവണം ഇപ്പോൾ വന്ന പുതിയ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്ന തൂഫാൻ എന്ന് പറയുന്ന നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്ന അത് ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ ഒരു മാസം കൊണ്ട് തന്നെ 2-ാം തീയതി തുടങ്ങിയതാണ്. ജൂൺ 2-ന് തുടങ്ങിയ ആ ഒരു പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയുണ്ടായി. അതിനോടൊപ്പം ചേർന്ന് നമ്മുടെ എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിമുക്തി മിഷൻ എന്ന് പറയുന്ന 2016 സ്റ്റാർട്ട് ചെയ്തതാണ്. കേവലം അല്ലെങ്കിൽ ശരിക്കും ഒരു എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കൊണ്ട് മാത്രം നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. LJP അതുപോലെ തന്നെ ശിവസേനയും NDAയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാന ഘടകകക്ഷികളാണ്. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും അതുപോലെ തന്നെ അതാത് മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇന്ന് നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ, വികസന അജണ്ടയ്ക്ക്, നയങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ഘടകകക്ഷികൾ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമുള്ള ഒരു പാർട്ടി തന്നെയാണ് LJPയെ സംബന്ധിച്ചോളം ശ്രീ രാംവിലാസ് പാസ്വാൻജി ആരംഭിച്ച ആ ഒരു പ്രയാണം ഇന്ന് അദ്ദേഹത്തിന്റെ മകനും LJPയുടെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ ചിരാഗ് പാസ്വാൻജി ഇന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത ദിവസം ഞാൻ നമ്മുടെ NDAയുടെ ദേശീയ യോഗത്തിന്റെ ഒരു ഇത് കണ്ടു. അത് ശിവസേനയുടെ അധ്യക്ഷൻ ശ്രീ ഏക്നാഥ് ഷിൻഡേജിയുടെ ഒരു പ്രസംഗം കേട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ ചിരാഗ് പാസ്വാൻജിയുടെ ആ ഒരു പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള, വളരെ ബോൾഡായിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയത്തോടും അത് രാജ്യത്തോടുമുള്ള അല്ലെങ്കിൽ ജനങ്ങളോടുമുള്ള ഒരു പ്രതിപത്തി വിളിച്ച് ഓതുന്ന ഒരു പ്രസംഗമായിരുന്നു. അപ്പൊ ഞാൻ അപൂർവമായിട്ടാണ് അദ്ദേഹത്തെ കേട്ടത്. പക്ഷെ അന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പാസ്വാനിജിയുടെ പേരിലുള്ള ഈ ഒരു പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല ഏബിൾ ലീഡർഷിപ്പിന്റെ ഇതിലാണ് പോകുന്നതെന്ന് എനിക്കറിയാം. നല്ല ഏബിൾ ആയിട്ടുള്ള വർക്ക്മാൻഷിപ്പ് കൊണ്ട് പിന്നിൽ വർക്ക് ചെയ്യാൻ കുറേ നല്ല ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പാസ്വാനിജിയുടെ പേരിൽ എനിക്ക് തന്ന ഈ അവാർഡ് വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു. ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ കിരീടം എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ 125-ാം ദിവസം ആഘോഷിച്ച എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു വലിയ ഫലകം കയറുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ ആഗ്രഹിച്ചു ഇഷ്ടം പോലെ ഇതുമാതിരി എനിക്ക് കിട്ടും. കാരണം 9 സിനിമ നിർമ്മിച്ചതല്ലേ, പിന്നീട് ഒറ്റൊരെണ്ണം കിട്ടിയില്ല. ഞാൻ ആ സിനിമയോട് ഓടി. പക്ഷെ അതിനുശേഷം ആ ഒരു കാലം മാറിയതോടെ നമ്മൾ പിന്നീട് തീരുമാനം എടുത്തു ഇങ്ങനെ വലിയ അവാർഡ് ഫംഗ്ഷൻസ് ഒന്നും വേണ്ട എന്നുള്ളത്. പിന്നെ ഞാൻ നടനായി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് എൻ്റെ വീട്ടിലെ ദിവസവും ഓരോ അവാർഡുകളും
അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഫലകങ്ങളും ഒക്കെ വന്നു തുടങ്ങിയത്. ഇപ്പൊ ഇഷ്ടംപോലെ ഫംഗ്ഷൻസിന് വിളിക്കാറുണ്ട്. അപ്പൊ ഭാര്യ എൻ്റെ അടുത്ത് പറയും, ഈ ചെറിയ ഈ സ്കൂള് കുട്ടികൾ വെക്കുന്ന പോലെ കുറെ അവാർഡല്ലാതെ മെമെന്റോസ് കിട്ടാറുണ്ട്. ആ മെമെന്റോസൊന്നും ചോദിക്കരുത്, അവരുടെ പ്രത്യേകം പറഞ്ഞ മെമെന്റോസ് വേണ്ട. പക്ഷെ ഇതേപോലെ നമുക്ക് ഫലവത്തായ ദൈവം തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ഫലകങ്ങള് അവാർഡുകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ വരദാനമായിട്ട് ഞാൻ കാണുന്നു. പിഞ്ചു കുട്ടികളെ കാർന്നു തിന്നുന്ന ഒരു ഭയാനകമായ ഭീകരമായ ഒരു വസ്തു തന്നെയാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നിനെ തുടച്ചു നിൽക്കുക എന്നുള്ളത് നാം എല്ലാവരുടെയും കർത്തവ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ നാട്ടിൽ നടക്കണം, നമ്മുടെ ദേശത്ത് നടക്കണം, നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമ്പോൾ ഒരു ലഹരി മുക്ത ഒരു ഭാരതമായി സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമാക്കി മാറ്റുക എന്നുള്ളത് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും. അതിനെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയും അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ 4 അവാർഡുകൾ നമ്മൾ പ്രഖ്യാപിക്കപ്പെടുകയും ആ പ്രഖ്യാപിക്കപ്പെട്ട അവാർഡുകളുടെ വിതരണം നടക്കുകയും ചെയ്യുന്ന ഈ കാലാംശത്തിൽ എല്ലാവിധത്തിലുമുള്ള അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ലോക് ജനശക്തി പാർട്ടിയുടെ ഉപജ്ഞാതാവ്, അതിന്റെ സൃഷ്ടി, അതിന്റെ എല്ലാമായ പാസ്വാന്റെ ജന്മദിനത്തിന് എല്ലാവിധത്തിലുമുള്ള ആശംസകളും. പേപ്പറിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, യൂറോപ്പ് കത്തുന്നു. യൂറോപ്പ് വെറുതെ നിന്ന് കത്തുന്നതല്ല, വളരെയധികം ചൂട്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം വിറച്ച് അല്ലെ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് അടക്കം ചൂടോട് കത്തുന്നു എന്ന് പറയുമ്പോൾ കാലാവസ്ഥ എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളാരും അതൊന്നും ചിന്തിക്കാറില്ല. അരുൺ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്, അല്ലെങ്കിൽ നമുക്ക് കുറെ വീട് വേണം, വീടിനകത്ത് കുറച്ച് സൗകര്യങ്ങൾ വേണം, കാറ് വേണം. പക്ഷെ കണ്ണു തുറന്ന് നോക്കുമ്പോ നമ്മളെല്ലാവരും വീട് വെക്കുമ്പോ ധാരാളം മരങ്ങൾ മുറിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനടക്കം തേക്കും മാവും പ്ലാവും ഒക്കെ വീണിട്ടുണ്ട്. ഒരു മരമെങ്കിലും നമ്മൾ അതിന് പകരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. രാംവിലാസ് പാസ്വാൻ മെമ്മോറിയൽ വിശ്വമിത്ര 2026 award goes to Srimati Jyoti K, Senior Nursing Officer. അടുത്തായി രാംവിലാസ് പാസ്വാൻ മെമ്മോറിയൽ വിശ്വമിത്ര അവാർഡ്. ഈ വൈകിയ വേളയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങ് എല്ലാവരും നിറഞ്ഞ കൈയ്യടി കൊടുക്കുക. നമ്മുടെ പാർട്ടിയുടെ പുതിയ അംഗത്വമായിട്ട് ഇന്ന് എല്ലാവരും നിൽക്കുക. ഹരിശങ്കർ, അനീഷ് ടി, എല്ലാവരും മുകളിലോട്ട് വരിക. യോഗം നടപടികൾക്ക് അവസാനിക്കാറായി. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിലേക്കായി യൂത്ത് വിങ്ങിന്റെ അരുൺ സുമാനെ ക്ഷണിച്ചോളൂ.